السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സോളിഡാരിറ്റി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അസ്ലം സാഹിബ്, വേദിയിലുള്ള SIOൻ്റെ അഖിലേന്ത്യാ ഷൂറാംഗം വാഹിദ് സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഷാക്കിർ സാഹിബ്, വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവനിഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ തുടക്കം നാളെ മുതൽ ഹജ്ജാജിമാർ അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന മറ്റുള്ള എല്ലാ കർമ്മങ്ങളെക്കാൾ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കേണ്ട, ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റേത് കർമ്മങ്ങൾക്കും അള്ളാഹു കഫാറത്തിലൂടെ പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് കഫാറത്തിലൂടെ പ്രായശ്ചിത്തങ്ങളിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഹജ്ജിൽ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അയാൾ രണ്ടാമതും ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നതല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ല. അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ ഒന്നാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്. അത് ദുൽഹജ്ജ് 9 എന്ന ദിവസത്തിലാണെന്ന് നമുക്കറിയാം. അതാണ് അറഫ ദിനം, യൗമു അറഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൗമു അറഫ എന്ന് പറയുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അത് രണ്ട് സ്വഭാവത്തിൽ അറഫ പ്രസക്തമാകുന്നുണ്ട്. അതിലൊന്ന്, അറഫ എന്ന് പറയുന്ന ആ ഒരു തനിമ, അത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലക്ക് അറഫ എന്ന് പറയുന്നത് അതിൻ്റെ തനിമയിൽ തന്നെ
വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ദിവസമാണ്. ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം അള്ളാഹു ഒരു നിയമമായി നിശ്ചയിക്കുമ്പോൾ ആ ഹജ്ജിൻ്റെ ഭാഗമായി അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അള്ളാഹു നിശ്ചയിക്കുന്നതും ആ അറഫയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തനിമയുടെ ഭാഗമായിട്ടാണ്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നതും ഈ ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. രണ്ടാമത് അറഫ പ്രസക്തമാകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനെ തുടർന്ന് മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ രണ്ട് ഭാഗവും അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിലെ രണ്ടാമത്തെ ഭാഗം, ഒന്നാമത്തെ ഭാഗം ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, വിശദീകരിക്കാറുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തും റിസാലത്തുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജ് കർമ്മം, വിടവാങ്ങൽ ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മത്തിൻ്റെ വേളയിലാണ് പടച്ചതമ്പുരാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിക്കുന്നത്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു അതിൻ്റെ കൃത്യമായ പ്രഖ്യാപനം അള്ളാഹു നടത്തുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസം അഥവാ യൗമ അറഫ എന്ന് പറയുന്ന ഈ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഞാൻ ഈ ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീന് അതിൻ്റെ എല്ലാ സമ്പൂർണതയിലും നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ നിഅമത്ത് അതിൻ്റെ തന്നെ ഭാഗമായി, അഥവാ പടച്ചതമ്പുരാൻ ഈ ദീന് പൂർത്തീകരിച്ച് നൽകുന്നതിൻ്റെ ഭാഗമായി പടച്ചതമ്പുരാൻ്റെ റിളയും അള്ളാഹുവിൻ്റെ നിഅമത്തും നിങ്ങൾക്ക് സമ്പൂർണമായി അള്ളാഹു നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ദിവസത്തോടുകൂടി എന്ന് പടച്ചതമ്പുരാൻ പ്രഖ്യാപിക്കുന്നത് യൗമു അറഫ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിലാണെന്ന് അതിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ആയത്ത് അവതീർണമായതിനു ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ ഒരു ജൂതനായ ഒരു മനുഷ്യൻ ഒരിക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ആയത്തുൻ തഖ്റഊനഹാ ഫീ കിതാബിക്കും, നിങ്ങൾ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പാരായണം ചെയ്യുന്ന ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ലൗ അലൈന മഅ്ശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ഹാദൽ യൗമ ഈദ. ആ ആയത്ത് ഞങ്ങൾക്കാണ്, ജൂതന്മാരായ ഞങ്ങളുടെ മേലാണ് ആ ആയത്ത് അവതീർണമായിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിൻ്റെ ദിവസമായി ആ ദിവസത്തെ ഞങ്ങൾ നിശ്ചയിക്കുമായിരുന്നു എന്ന് ആ ജൂതൻ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അയ്യു ആയ, ഏത് ആയത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ആ ജൂതൻ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്താണത്. അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന ഈ ആയത്ത് ജൂതന്മാർ എന്ന നിലക്ക് ഞങ്ങൾക്കാണ് അള്ളാഹു അവതരിപ്പിച്ചു നൽകിയിരുന്നതെങ്കിൽ
ആ ദിവസത്തെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്നാണ് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ലഅലമുൽ യൗമല്ലദീ നസലതു ഫീഹി, ആ ആയത്ത് അവതീർണമായ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. വൽ മക്കാനല്ലദീ നസലതു ഫീഹി, എവിടെ വെച്ചുകൊണ്ടാണ് ആ ആയത്ത് അവതീർണമായത് എന്നും ഞങ്ങൾക്കറിയാം. നസലത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അറഫാത്തിൻ ഫി യൗമിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ ഭാഗമായി യൗമു അറഫ സംഭവിക്കുന്നത് ഒരു ജുമുഅ ദിവസം കൂടിയാണ്. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് അവതരിപ്പിച്ച് നൽകിയത് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ചോദ്യത്തിൻ്റെ മറുപടിയായി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഈ ദിവസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ദിവസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ആയത്ത് അവതീർണമായതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ആയത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂതനായ ഈ സുഹൃത്തിൻ്റെ ഈ സംസാരത്തെക്കുറിച്ചും ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലിഅന്നഹും അലിമു അന്ന കമാലദ്ദീനി ഹുവ ഇസ്സുൽ ഉമ്മ, യഥാർത്ഥത്തിൽ ആ ജൂതനും ആ ജൂതന്മാരും മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദിവസമുണ്ടല്ലോ യൗമു അറഫ എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഹുവ ഇസ്സുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ ദിവസമാണത്. ഈ ഉമ്മത്തിന്റെ എല്ലാ ദില്ലത്തും അവസാനിപ്പിച്ചുകൊണ്ട് ആ ഉമ്മത്ത് ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അവരെ കരകയറ്റിക്കൊണ്ട് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതക്ക് നൽകിയിട്ടുള്ള ദീനുൽ ഇസ്ലാമിലൂടെ അവരുടെ ഇസ്സത്ത് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഈ ദിവസമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിന്റെയും ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഈ ജൂതന്റെ ചരിത്ര സംഭവത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, വഅന്ന നിഅമത ഇദാ തമ്മത് ഫഖദ് ഹസലൽ ഇസ്തിഖ്ലാലു താമ്മു അൻ കുല്ലി മില്ലത്തിൻ ഉഖറ, ഈ ലോകത്ത് ഏതെല്ലാം ജനതകളുണ്ടോ, ഈ ലോകത്ത് എന്തെല്ലാം സമൂഹങ്ങളുണ്ടോ, ഈ ലോകത്ത് ഏതെല്ലാം പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ, ഈ ലോകത്ത് മനുഷ്യനെ നിയന്ത്രിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം മനുഷ്യനെ മോചിപ്പിച്ചുകൊണ്ട് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് നൽകിയ നിഅമത്തിന്റെ പേര് കൂടിയാണ് ഈ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് യൗമു അറഫ എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം യൗമുൽ ഇസ്സത്തിന്റെ, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത് പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് അവന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ദിവസമായിരുന്നു അത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ച ദിവസമാണത്. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങൾ പോലെയുള്ള ഒരു മതമല്ല. അവരുടെ ജീവിതത്തെ സമ്പൂർണമായി നിയന്ത്രിക്കുന്ന ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മാത്രമല്ല, അവരുടെ കുടുംബജീവിതം എങ്ങനെയാവണം, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ എപ്രകാരമായിരിക്കണം, അവരുടെ സാമൂഹ്യ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയാണ്, ഒരു നാഗരികതയുടെ നിർമ്മാണം എപ്രകാരമാണ് സാധ്യമാവുക, നിങ്ങളുടെ ജീവിതത്തിന്റെ സാംസ്കാരിക ഭൂമികയുടെ അടിത്തറ പാകേണ്ടത് എന്തടിസ്ഥാനത്തിലാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ രാഷ്ട്രീയപരമായ ദിശ നിർണയിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളുടെയും വട്ടം നിർണയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് യൗമു അറഫയെങ്കിൽ ആ യൗമു അറഫ യൗമുൽ ഇസ്സത്തിന്റെ ദിവസമാണെന്ന് ഇബ്നു കസീർ റഹിമഹുല്ല അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷഹീദ് സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്റെ ഫീ ദിലാലിൽ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന ഇക്മാലദ്ദീൻ ഫീ ഹാദൽ യൗമിൽ മശ്ഹൂദി ഹുവ ഇഅ്ലാനു ലിസിയാദതി ഹാദൽ മൻഹജിൽ ഇലാഹി അലാ കുല്ലിൽ ഫൽസഫാതി വന്നുദുമിൽ ബശരിയതി, ഈ ലോകത്ത് നിലനിൽക്കുന്ന മനുഷ്യനിർമ്മിതമായ എന്തെല്ലാം വ്യവസ്ഥകളുണ്ടോ, ഈ ലോകത്ത് നിലനിൽക്കുന്ന മനുഷ്യ സമൂഹം അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, എന്തെല്ലാം തത്വശാസ്ത്രങ്ങളുണ്ടോ, എന്തെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ, എന്തെല്ലാം ആശയങ്ങളുണ്ടോ,
ആ ആശയങ്ങളിൽ നിന്നെല്ലാം മോചിതനായിക്കൊണ്ട് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതം എപ്രകാരമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിൻ്റെ ഒരു മൻഹജാണ് ഈ ദിവസത്തിൽ പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ ദീനിന്റെ പൂർത്തീകരണത്തിലൂടെ പ്രഖ്യാപിച്ചത് എന്ന് ഷഹീദ് സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്റെ ഫീ ളിലാലിൽ ഖുർആൻ എന്ന് പറയുന്ന വ്യാഖ്യാതമായ തഫ്സീർ ഗ്രന്ഥത്തിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യൗമു അറഫ എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് കമ്മ്യൂണിസം ആവശ്യമില്ല, നിങ്ങൾക്ക് ക്യാപിറ്റലിസം ആവശ്യമില്ല, നിങ്ങൾക്ക് ഫ്രോയിഡിസം ആവശ്യമില്ല, നിങ്ങൾക്ക് ഡാർവിനിസം ആവശ്യമില്ല, നിങ്ങൾക്ക് മെറ്റീരിയലിസത്തിന്റെയോ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെയോ എത്തീസത്തിന്റെയോ യാതൊരുവിധ ആശയങ്ങളുടെയും പിന്നാലെ നിങ്ങൾക്ക് പോകേണ്ടതില്ല. അൽ ഇസ്ലാമു ഹുവൽ ഹല്ലുൽ വഹീദ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹുവിന്റെ ദീനിലുണ്ട്. ആ ദീനിനെ നിങ്ങൾ അപകർഷതാബോധത്തോടെ ഏറ്റെടുക്കേണ്ട ദീനല്ല. മാപ്പ് സാക്ഷിത്വത്തിന്റെയും ക്ഷമാപണത്തിന്റെയും സ്വരത്തോടെ നിങ്ങൾ നോക്കിക്കാണേണ്ട ഒരു മതത്തിന്റെ പേരല്ല ഇസ്ലാം. അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ പോലെ ആരാധനകളും അനുഷ്ഠാനങ്ങളിലും കെട്ടുപിടഞ്ഞു കിടന്ന് ആരാധനാലയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജപമാലകളിലും മന്ത്രോച്ചാരണങ്ങളിലും മാത്രം ചുരുങ്ങുന്ന ഒരു സാധു മതത്തിന്റെ കള്ളികോളങ്ങളിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ദീനിന്റെ പേരല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ദിശ നിർണയിക്കുന്ന ഒരു ദീനായി അള്ളാഹുവിന്റെ ദീന് നിങ്ങളുടെ മുമ്പിൽ പടച്ചതമ്പുരാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് ഈ ദിവസത്തിൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ അതാണ് ഈ ദിവസത്തെ ചരിത്രപരമായി പ്രസക്തമാക്കി മാറ്റിയത് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. ഈ ആയത്ത് അവതീർണമായപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ അകക്കാമ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? യഥാർത്ഥത്തിൽ ഇത് ചിരിക്കേണ്ട ദിവസമാണല്ലോ. ഈ ആയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ദിവസമാണല്ലോ. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഈ ദിവസത്തിൽ കരയുന്നത് എന്ന് ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിന് അതിന് മറുപടി പറയുന്നുണ്ട്, ബക്കൈതു അന്നനാ കുന്നാ ഫീ സിയാദത്തി മിൻ ദീനിനാ. ഞാൻ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ അള്ളാഹുവിന്റെ ദീൻ ഇങ്ങനെ വളർന്നു വലുതായി അതിലിങ്ങനെ കൂടുതൽ കൂടുതൽ ആശയങ്ങളും കൂടുതൽ കൂടുതൽ നിയമങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹു അതിനെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സാധനം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സാധനം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക അത് ചുരുങ്ങിപ്പോവുക എന്നുള്ളതാണ്. ഒന്നതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളർച്ച ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒന്നുകിൽ സ്റ്റാഗ്നേഷൻ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ താഴോട്ട് വരിക എന്നുള്ളതാണ്. ഈ ഉമ്മത്ത് അള്ളാഹുവിന്റെ ദീന് അതിന്റെ സമ്പൂർണമായ അളവിൽ നൽകപ്പെട്ടതിന് ശേഷം നിങ്ങൾ പിറകോട്ട് പോകുമോ, നിങ്ങൾ താഴ്ന്നു പോകുമോ, അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ ആ പൂർണ്ണത നിങ്ങൾ മനസ്സിലാക്കാതെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പ്രഖ്യാപിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ എന്ന് ഖുർആൻ പറയുന്ന ആ സമ്പൂർണമായും അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. അള്ളാഹുവിനെ ഓരത്ത് നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അഥവാ ഇസ്ലാമിന്റെ പൂർണ്ണതയെ മനസ്സിലാക്കാതെ ഇസ്ലാമിന്റെ സമഗ്രതയും അതിന്റെ പൂർത്തീകരണത്തിന്റെ ആശയ വൈപുല്യവും എന്താണെന്ന് മനസ്സിലാവാതെ ഓരത്ത് നിന്നുകൊണ്ട് ആരാധനാകർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ചുരുക്കി വെച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ അന്തസത്ത ചോർത്തിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഈ ദീനിന് മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ ദീന് അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പൂർണ്ണതയിലെത്തിയ ദീനിൽ ഇനി ദൗർബല്യങ്ങൾ സംഭവിച്ചു പോകുമോ, അഥവാ മുസ്ലിം ഉമ്മത്ത് ആ ദീനിനെ പൂർണ്ണമായി ഏറ്റെടുക്കാതെ അത് താഴോട്ട് പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി പറയുമ്പോൾ യൗമു അറഫയെയും ആ യൗമു അറഫയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഈ ദീനുൽ ഇസ്ലാമിനെ സമ്പൂർണ്ണമായി പൂർത്തീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൂർത്തീകരിച്ച ദീനിനെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മുസ്ലിം ഉമ്മത്തിന് സാധിച്ചു കഴിഞ്ഞാൽ നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ഇസ്ലാമിലൂടെ ഇസ്സത്ത് നേടിയ ഒരു ജനതയായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
ഇസ്ലാമോഫോബിയ അതിന്റെ ഏറ്റവും ഭീകരമായ അളവിൽ സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭീതി എങ്ങനെയെല്ലാം പ്രചരിപ്പിക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം അളവിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനെയെല്ലാം പ്രശ്നവൽക്കരിക്കാൻ പറ്റുമോ അതെല്ലാം പ്രശ്നവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ആശയങ്ങൾ ഏതെല്ലാം സ്വഭാവത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ അതിന്റെ ഏറ്റവും ഭീകരമായ സ്വഭാവത്തിൽ സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയിൽ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും മുസ്ലിം സമുദായത്തിനകത്ത് വല്ലാത്ത അപകർഷതാബോധം പിടികൂടുന്നുണ്ട്. മുസ്ലിം സമുദായം ഇസ്ലാമിനെ ഒരുതരം ക്ഷമാപണത്തിന്റെയും മാപ്പ് സാക്ഷിത്വത്തിന്റെയും സ്വരത്തോടെ ഏറ്റെടുക്കുന്ന ഒരു സാമൂഹ്യ ഘടന ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള ഇസ്ലാം ഇങ്ങനെയായാൽ പോരാ. 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനികതയോട് സംവദിക്കാനുള്ള സംവേദനക്ഷമതയില്ലാത്ത 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃതത്വങ്ങൾ പേറുന്ന ഈ പുതിയ കാലഘട്ടത്തോട് ഒട്ടുമേ യോജിക്കാത്ത ഒരാശയത്തിന്റെ പേരാണ് ഇസ്ലാം. അത് ലോകത്ത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന മതമാണത് എന്നെല്ലാം മനുഷ്യന്റെ ജീവിതത്തിന് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് അവന്റെ ആസ്വാദനത്തിന്റെയും അവന്റെ ജീവിതത്തിന്റെ ആനന്ദത്തിന്റെയും തലങ്ങൾക്ക് എന്തെല്ലാം കടിഞ്ഞാണുകൾ വീഴ്ത്താൻ പറ്റുമോ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ള പ്രചരണം അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനകത്ത് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇസ്ലാം തന്നെ അപകടത്തിൽപ്പെട്ടു പോകും. അതുകൊണ്ട് ഖുർആനിനെ പുതുതായിട്ട് വ്യാഖ്യാനിക്കണം, ഹദീസുകളെ നമുക്ക് ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ നവീകരണത്തെ കുറിച്ചുള്ള ആലോചനകൾ പുതിയ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിലൂടെ നമ്മുടെ മുമ്പിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ ദീനുൽ ഇസ്ലാമിനെ അതിന്റെ എല്ലാ പൂർണ്ണതയിലും ഏറ്റെടുത്തുകൊണ്ട് നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിലൂടെ ഇസ്സത്ത് നേടിയ ഒരു ജനതയാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പ്രഖ്യാപിക്കുവാനും ആ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും മുസ്ലിം ഉമ്മത്തിന് ദിശ നിർണയിച്ചു നൽകിയ ദിവസത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ യൗമു അറഫ എന്ന് പറയുന്നത്. ആ യൗമു അറഫയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം യൂസുഫുൽ ഖർളാവി മർഹൂം യൂസുഫുൽ ഖർളാവി അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, യൗമു അറഫ ഹുവ യൗമുൽ മീസാഖിൽ അവ്വൽ. യൗമു അറഫ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹവുമായി കരാറുണ്ടാക്കിയ ദിവസത്തിന്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവാണ് റബ്ബെന്നും ആ റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ടും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമുള്ള മീസാഖിനെ കുറിച്ച് സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറയുമ്പോൾ ആ ആയത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശത്തിന്റെ പേരാണ് യൗമു അറഫ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, യൗമു അറഫ ഹുവ യൗമുൽ മീസാഖിൽ അവ്വൽ. അള്ളാഹു മനുഷ്യ സമൂഹവുമായി ഒന്നാമതായി കരാറുണ്ടാക്കിയ ദിവസത്തിന്റെ പേരാണ് യൗമു അറഫ. വഖുതുബത്തു അറഫ മിനൽ മീസാഖിൽ അഖീർ. അതോടൊപ്പം തന്നെ ആ യൗമു അറഫയിൽ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ യൂസുഫുൽ ഖർളാവി അറഫയെ കുറിച്ച് പറയുന്നത് ഒന്ന് ഈ മീസാഖ്, ഒന്നാമത്തെ മീസാഖ് നടന്ന സന്ദർഭമാണത്. വഖുതുബത്തു അറഫ മിനൽ മീസാഖിൽ അഖീർ. അതോടൊപ്പം തന്നെ അറഫയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ ഖുതുബയുണ്ടല്ലോ, ഖുതുബത്തുൽ വിദാ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പ്രഭാഷണം. ആ പ്രഭാഷണം അവസാനത്തെ മീസാഖാണ്. അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ നബുവത്തോടുകൂടി ഈ ദീനുൽ ഇസ്ലാം അതിന്റെ പൂർണ്ണതയിൽ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹമായി ഉണ്ടാക്കിയ ഒരു കരാറിന്റെ പേരുകൂടിയാണ് റസൂലുള്ളാഹി ആ ദിവസത്തിൽ നടത്തിയ ഖുതുബ എന്നുകൂടി നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. സോളിഡാരിറ്റി ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയുടെ തലക്കെട്ടായി നിശ്ചയിച്ചിട്ടുള്ളത് വിവേചനങ്ങൾക്കെതിരെ സാഹോദര്യത്തിന്റെ സംഗമം എന്നതാണ്. തീർച്ചയായും ഈ യൗമു അറഫയിൽ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരെല്ലാവരും അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മുഷ്ത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് വാഹിദ് സാഹിബിന്റെ പ്രഭാഷണത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതലായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണ്.
മനുഷ്യ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രഭാഷണം കൂടിയായിരുന്നു യൗമ അറഫയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ആ പ്രഭാഷണം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ പ്രഭാഷണം അള്ളാഹുവിൻ്റെ റസൂൽ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഈ പറഞ്ഞതിനെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ ആ സൂചിപ്പിച്ചതിനെല്ലാം അല്ലാഹുവേ നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുതുബ ശ്രവിച്ചുകൊണ്ടിരുന്ന 1,00,000-ലധികം വരുന്ന സ്വഹാബികളെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടില്ലാത്ത ആളുകൾക്ക് ഈ ഖുതുബയുടെ സന്ദേശം, ഈ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം, അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ച് നൽകിയ അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം, ഈ സന്ദേശം അറിഞ്ഞിട്ടില്ലാത്ത, ഇതിന്റെ വെളിച്ചം എത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. ആ പ്രഭാഷണത്തിന്റെ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ശബ്ദം കേട്ടിരുന്ന സ്വഹാബികൾ ചരിത്രത്തിൽ പറയുന്നു, അവരുടെ വാഹനങ്ങൾ ഏത് ഭാഗത്തേക്കാണോ തിരിച്ചു നിർത്തിയിരുന്നത് ആ ഭാഗത്തേക്ക് അവരുടെ കുതിരകളെയും ഒട്ടകങ്ങളെയും ഒക്കെ ഓടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിയിട്ടില്ലാത്ത ജനങ്ങളിലേക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചരിത്രത്തെയാണ് അതിനുശേഷമുള്ള സ്വഹാബികളുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ മദീനയിൽ പോയി കഴിഞ്ഞാൽ, മക്കയിൽ പോയി കഴിഞ്ഞാൽ, അഥവാ അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ജീവിച്ച ആ പുണ്യഭൂമിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ 1,00,000-ലധികം വരുന്ന സ്വഹാബികളുടെ ഖബറുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. പിന്നെ എവിടെയാണ് സ്വഹാബികൾ? അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അതിഭീകരമായ സാഹസികമായ ഒരുപാട് പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയുടെ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുത്തതിന്റെ തണലിലാണ് ഇന്ന് ലോകത്ത് ഇസ്ലാം ഇന്ന് കാണുന്നത് പോലെ വളർന്ന് പന്തലിച്ചു വലുതായി ലോകത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദർശനമായി ഈ ദീനുൽ ഇസ്ലാം മാറിയത്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട് ഞാൻ പറയുന്നത്, ആ ദീനുൽ ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. ആ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ നിരന്തരമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന്റെ ഉത്തരം, യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ അധ്യാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മോട് ചേർന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാനുള്ള പ്രതിജ്ഞ കൂടിയായിരുന്നു യൗമ അറഫയിൽ സഹാബികളിലൂടെ സംഭവിച്ചതെങ്കിൽ ആ യൗമ അറഫയെ ഞാനും നിങ്ങളും ഇന്ന് ഓർക്കുമ്പോൾ, ആ യൗമ അറഫയെ കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്ന സന്ദർഭത്തിൽ ആ സന്ദേശങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുകയും ആ സന്ദേശം മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന ആ ദൗത്യം എന്റേതുകൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൗത്യം ഞാൻ നിർവഹിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി ഈ സംഗമം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ ഈ സംഗമം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ സംഗമം പടച്ച തമ്പുരാൻ യൗമ അറഫയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വഭാവത്തിലാണോ സ്വഹാബികളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്, അതേപോലെ ആ ഉത്തരവാദിത്വം നെഞ്ചേറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ദൗത്യം നിർവഹിക്കുവാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമത്തിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.